സന്തോഷത്തോടെ ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവപാദപീഠങ്ങളിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, 2-3 പേർ യേശു കർത്താവിൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ ആയവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്നു പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഒരു നിമിഷം കൂടെ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിലടയ്ക്കാം. നമ്മായിരിക്കുന്ന ഭാഗങ്ങൾ മുഴുവൻ ബഹുമാനത്തോടും മുഴുവൻ ആരാധനയോടും സ്തോത്രത്തോടും കൂടെ ഒരു നിമിഷം കൂടെ എല്ലാവരും ദൈവസന്നിധിയിലാണ്. താങ്ക് യു ജീസസ്. എല്ലാവരും ആയിരിക്കുന്ന ഭാഗങ്ങളിൽ ദൈവസന്നിധിയിൽ നിൽക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. ഇന്ന് പകൽ എല്ലാ ധരങ്ങളും ദൈവസന്നിധിയിൽ ചലിക്കട്ടെ. എല്ലാ വായ്കളും തുറന്ന് ആരും വെറുതെ നിൽക്കല്ല, ആരും വെറുതെ നിൽക്കല്ല. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പകലിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിന്റെ നടുവിലുള്ളതിനാൽ നന്ദി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ജനത്തോട് സംസാരിക്കുക. ചിലരുടെ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുന്ന പകലാകാൻ ദൈവാത്മാവ് ഇടയാക്കണം. ദൈവശക്തിയുടെ ഒരു കൈമാറ്റം ഇന്ന് പകൽ ഇതിനകത്ത് നടക്കട്ടെ. അഭിഷേകത്തിൻ്റെ ഒരു വലിയ കൈമാറ്റം ഇന്ന് പകൽ ഇതിനകത്ത് നടക്കാൻ ദൈവം സഹായിക്കും. വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുക. മഹത്വം മുഴുവനും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചോട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. പ്രൈസ് ഗോഡ്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് പകലായിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശുദ്ധ ദിവസം 2024 ഒടുവിലത്തെ മാസത്തിലെ നേർപകുതിയിലാണ് ഇന്ന് പകൽ നമ്മൾ വന്ന് നിൽക്കുന്നത്. 15ാമത്തെ ദിവസം. ഇനി കൃത്യം 15 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഈ 2024 നമ്മെ വിട്ടു പോകുകയാണ്. ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഒരു പുതിയ വർഷം കടന്നു വരുന്നതിനെ ഓർത്ത് അത്ര സന്തോഷമുണ്ട്. സ്തോത്ര. കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. ഇന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം നല്ല നിലകളിൽ ശുശ്രൂഷകൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അജി ബ്രദറിനെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന റിമിയോളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവിടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ പുതുതായി കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ ഓർക്കുന്നു. അവരെയൊക്കെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പഴയ ആൾക്കാർ വിഷമിക്കേണ്ട, നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ സ്തോത്രം സ്റ്റാൻലി പാസ്റ്റർ മറ്റൊരു മീറ്റിങ്ങിലായിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽ കടന്നു വന്ന് അതിന് വരാൻ കഴിയാത്തത്. അവരൊക്കെ ഓർക്കുന്നു. എല്ലാവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്നു പകൽ നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഈ പകൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ നടുവിൽ ഇന്ന് പകൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു മെസ്സേജുമായിട്ടാണ് ഇന്ന് പകൽ ഇതിനകത്ത് വന്നത്. പക്ഷേ ഞാനിവിടെ സ്തോത്ര ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ലാസ്റ്റ് പാട്ട് നമ്മളെല്ലാവരും അവനെ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ മെസ്സേജ് ദൈവാത്മാവ് തിരിച്ചു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, എന്തോ ദൈവത്തിന് ഇന്ന് പകൽ കർത്താവിന് നമ്മുടെ ചില എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ ഉണ്ട്. സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വലിയ ശബ്ദം നമുക്ക് കേൾക്കാൻ, തിരുവചനത്തിലൂടെ കേൾക്കാൻ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും തന്നെ ഇന്ന് പകൽ ആയിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ കർത്താവ് ഇന്ന് പകലോടെ വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വായിക്കാം വിശുദ്ധ വേദ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങളിലേക്ക് വേഗത്തിൽ കടന്നു വരാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ ചില വാക്യങ്ങൾ. യെസ്. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ
അവിടെ ഇരുന്നു. പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ആ ആ ആ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവന്റെ ആ പക്കൽ 5 അപ്പവും അയ്യായിരത്തോളം പുരുഷന്മാരിരുന്നു. വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. കൊടുത്തു. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം ശേഖരിച്ചു 12 കൊട്ട നിറച്ചെടുത്തു. മതി. 5-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കണം. 5-ാം വാക്യം ഒരിക്കൽ കൂടെ. യേശു, എല്ലാവരും ശ്രദ്ധിക്കണം, യേശു വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിക്കാൻ അത്ര ചോദിച്ചത്. താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. മതി. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം. ആമേൻ. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ യേശു മലമുകളിൽ ഇരിക്കുകയാണ്. സ്തോത്രം. യേശുവിന്റെ ശുശ്രൂഷ അനുഭവിപ്പാനും രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നത് കൊണ്ട് സൗഖ്യത്തിനുമായിട്ടും ഒരു വലിയ പുരുഷാരം യേശു ഇരിക്കുന്ന ആ മലമുകളിലേക്ക് കയറി വന്നു. യേശു ഇരിക്കുന്നിടത്ത് ഈ ജനം വന്നു. ശ്രദ്ധിക്കണം, യേശുവിന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. എന്നാൽ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, ഇത് മറ്റു സുവിശേഷങ്ങളോട് ചേർത്ത് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. 3 ദിവസം എന്ത് ചെയ്തു? ഈ ശുശ്രൂഷ നീണ്ടു. ആമേൻ. 3 ദിവസമായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്? യേശുവിൻ്റെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ട് ഇവർ ഇരിക്കുകയായിരുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ഇന്ന് പകൽ കർത്താവിന് എന്തോ പറയാനുണ്ട് ഈ വചനത്തിൽ നിന്ന്. സ്തോത്രം. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ സ്തോത്രം 3 ദിവസം കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യായിരുന്നു? യേശുവിന്റെ വചനം കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഈ 3 ദിവസം കൊണ്ട് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയട്ടെ. ഈ 3 ദിവസം കഴിഞ്ഞു പോയത് ആരറിഞ്ഞില്ല? ഈ ജനം അറിഞ്ഞില്ല. സ്തോത്രം. ഒരുപക്ഷെ ഇവർ ഭക്ഷിക്കാൻ കൊണ്ടുവന്നതുപോലും ഇവരെന്ത് ചെയ്തിട്ടില്ല? ഭക്ഷിച്ചിട്ടില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇവർക്ക് വിശപ്പ് പോലും ഇല്ലാത്ത നിലയിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം
ഈ യേശുവിൻ്റെ വചനം വെളിപ്പെട്ടപ്പോ, യേശുവിൻ്റെ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോ അന്തരീക്ഷം മുഴുവൻ അങ്ങ് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. സ്തോത്രം. 3 ദിവസത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ പറയുക, ഇവരെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തുള്ള ഊരുകളിലേക്ക് പറഞ്ഞേക്കാം. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇവരെ പറഞ്ഞയച്ചാൽ ഇവരെന്ത് ചെയ്യും? തളർന്ന് ക്ഷീണിച്ച് വീണുപോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ, അത് കുറച്ചുകൂടെ ഊന്നി ഇവിടെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നു, ഫിലിപ്പോസിനെ വിളിച്ചിട്ട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. അവിടെ എടുത്തു പറയുന്നു, ഫിലിപ്പോസിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇത് പറഞ്ഞത്. അടുത്തൊരു വാക്യം കൂടെ കാണുന്നു, താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നു. കൂടെയുള്ള ശിഷ്യന്മാര് മൊത്തം പറയുന്ന, ഇവരെ എന്ത് ചെയ്യാം? ഈ 3 ദിവസം കൊണ്ടിരിക്കുന്ന ജനത്തെ എന്ത് ചെയ്യാം? വീടുകളിലും അടുത്തുള്ള ഊരുകളിലൊക്കെ പറഞ്ഞ് വിടാം. പക്ഷെ കർത്താവ് പറയുന്നു, വിട്ടാൽ വീഴും, വിട്ടാൽ ഇവൾ തളർന്നു പോകും, വിട്ടാൽ ഇവർക്ക് വീഴ്ചയുണ്ടാകും. പകരം വീഴാൻ പാടില്ല. ഇവർക്ക് വേണ്ടത് നിങ്ങൾ ഭക്ഷിക്കാൻ കൊടുക്കണം. ശ്രദ്ധിച്ചു കേൾക്ക്. ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ ഓടി വരാം. ശ്രദ്ധിക്കണം. ഇന്ന് പകൽ പലപ്പോഴും നിന്നെ നടത്തിയവർക്കും നിന്നെ നടത്തുന്നവർക്കും പലപ്പോഴും നിന്നെ കുറിച്ച് യാതൊരു വിചാരവും ഇല്ല. മനസ്സിലായില്ല. സ്തോത്രം. പലരെയും നീ വിശ്വസിക്കുന്നു, പലരെയും നീ ആഴമായി വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ സ്തോത്രം, എനിക്കൊരാവശ്യം വന്നാൽ എന്നെ നടത്തുന്നവർ എൻ്റെ ഒപ്പം കാണുമെന്ന് ചിന്തിക്കുന്ന പലരും, അല്ലെങ്കിൽ ചിന്തിച്ച പലരും കഴിഞ്ഞ നാളുകളിൽ നിന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ലാതിരുന്നവരാ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് വിചാരം ഉണ്ട്. എന്താ കർത്താവിൻ്റെ വിചാരം? ഇവരെ ഇങ്ങനെ പറഞ്ഞയച്ചാൽ ഇവർ തളർന്നു പോകും, ഇവരെ ഇങ്ങനെ പറഞ്ഞയച്ചാൽ ഇവർ വീണുപോകും, ഇവരെ ഇങ്ങനെ അടുത്തുള്ള ഊരുകളിലേക്ക് പറഞ്ഞയച്ചാൽ ഇവർ വഴിയിൽ ഇവർ തളർന്നു പോകും. എന്നാൽ കർത്താവ് നിന്നുകൊണ്ട് പറയുന്നു, ഇവർക്ക് വേണ്ടത് നിങ്ങൾ കൊടുക്കണം. ആമേൻ. ഇന്ന് പകൽ ആരോടോ കർത്താവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ പലരും നിന്നെ നടത്തി, പലരും നിന്നെ, പല ശിഷ്യന്മാരും നിന്നെ പലപ്പോഴും നടത്താനിടയായി. എത്ര പേർക്ക് ആശയം മനസ്സിലാവുന്നത് എനിക്കറിയില്ല. സ്തോത്ര. ഹല്ലേലൂയ. പലപ്പോഴും നീ പലരെയും വിശ്വസിച്ചു, ഇവരെന്നെ നടത്തും, ഇവർക്ക് എന്നെ കുറിച്ച് വിചാരമുണ്ട്, ഇവർക്ക് എന്റെ ജീവിതത്തെ കുറിച്ച് കരുതലുണ്ട്. പക്ഷേ ഈ കൂടി വന്നിരിക്കുന്ന 5000 പുരുഷന്മാരെ കുറിച്ച് ഈ 12-ൽ 1 പോലും വിചാരമില്ല. പക്ഷെ എന്റെ കർത്താവ് പറയുന്നു, ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, എനിക്ക് ഇവരെ കുറിച്ച് വിചാരമുണ്ട്. എനിക്കറിയത്തില്ല, ഏതോ ചില ശുശ്രൂഷ നേതൃത്വങ്ങൾ, ഏതോ ചില ആത്മീക നേതൃത്വങ്ങൾ പലപ്പോഴും നിന്നെ കുറിച്ച് യാതൊരു വിചാരവും ഇല്ലാതെ, സ്തോത്രം, നിന്നെ അടുത്തുള്ള ഊരുകളിലേക്കും അടുത്തുള്ള തലങ്ങളിലേക്കും അടുത്തുള്ള ചില സാധ്യതകളുള്ള മേഖലകളിലേക്കും നിന്നെ ഒരു വിചാരവും ഇല്ലാതെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോ, ഇന്ന് പകൽ നിന്നെ കുറിച്ച് വിചാരമൊരുക്കുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്നെ കുറിച്ച് വിചാരമുണ്ട്. നിന്നെ ഇങ്ങനെ പറഞ്ഞയക്കുന്നവരല്ല, നിന്നെ ഒഴിഞ്ഞ കരത്തോടും ഒഴിഞ്ഞ വയറോടും പറഞ്ഞയക്കുന്ന ഒരു കർത്താവല്ല. ഇവിടെ ചിലരൊക്കെ കർത്താവ് നിറയ്ക്കാൻ പോകുകയാണ്. വ്യക്തമാക്കാം, ഞാനിപ്പോൾ ഒരു ദൈവദാസന്റെ കീഴിൽ നിൽക്കുന്നെന്ന് വിചാരിക്കുക, ഒരു ദൈവദാസന്റെ ശുശ്രൂഷയുടെ കീഴിൽ ഞാൻ നിൽക്കുന്നു, സ്തോത്രം എന്ന് വിചാരിക്കുക.
മനുഷ്യൻ പലപ്പോഴും, എനിക്കറിയത്തില്ല, ദൈവം തരുന്നൊരു ആ ചിന്തയാണ്, ഞാൻ ദൂതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ആരുമായി കണക്ട് ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഇവർക്ക് നിന്നെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. അവൻ നിന്നെ അടുത്തുള്ള ഊരുകളിലേക്ക് പറഞ്ഞയക്കുക മാത്രമേ ഉള്ളൂ. അവൻ നിന്നെ സഹായിക്കാൻ, നിനക്കായി കരുതാൻ നിന്നെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. നേതൃത്വത്തിന് നിന്നെക്കുറിച്ച് വിചാരമില്ലെങ്കിലും, ചില ശിഷ്യന്മാർക്ക് നിന്നെക്കുറിച്ച് യാതൊരു വിചാരമില്ലെങ്കിലും, ഇന്ന് പകൽ ആരെയും നോക്കി കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. ഒരിക്കല് ലേഖനം എഴുതുമ്പോ ലേഖനകർത്താവ് ഇങ്ങനെ എഴുതി വയ്ക്കാനിടയായി, നിങ്ങൾ ഒന്നിനെ കുറിച്ചും പറഞ്ഞാട്ടെ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും, കർത്താവ് പറയുക, നിങ്ങൾ ഒന്നിനെ കുറിച്ചും. ആമേൻ. നമ്മൾ 24 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ അല്ലേ? ജോലിക്ക് പോയാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി കഴിയും. ഈ ജോലിക്കിടയിലും ഗ്യാപ്പ് കിട്ടിയാൽ കയറി വിചാരപ്പെട്ട് കളയും അല്ലേ? വല്ലാതെ വിചാരപ്പെടുന്നവരൊക്കെ ഇന്ന് പകൽ ഇതിനകത്തിരിപ്പുണ്ട്. കർത്താവ് നിങ്ങളെ നോക്കി പറയുന്നു, നിന്നെ കുറിച്ച് വിചാരിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്കറിയത്തില്ല, പരിശുദ്ധം പറയുന്നു, നീ വിചാരപ്പെടണ്ട, നിന്നെ കുറിച്ച് ഞാൻ വിചാരപ്പെടുന്നുണ്ട്. കർത്താവ് പറയുക, നിന്നെ കുറിച്ച് ഞാൻ വിചാരപ്പെടുമ്പോ പിന്നെ എന്തിനാ നീ നിന്നെ കുറിച്ച് വിചാരപ്പെടുന്നേ? നിന്നെ കുറിച്ച് വിചാരപ്പെടാൻ ഞാനുള്ളപ്പോ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. ഒരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് വിചാരപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് വിചാരപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. അവൻ അപ്പനും അമ്മയ്ക്കും മക്കളെ കുറിച്ച് വിചാരപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. മക്കൾ അപ്പനമ്മയെ കുറിച്ച് വിചാരപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വിചാരപ്പെടുന്നതിന് പരിധിയുണ്ട്. കൂട്ടുവിശ്വാസികൾ തമ്മിൽ വിചാരപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. പാസ്റ്റർ വിചാരപ്പെടുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ ഇന്നു പകൽ നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു കർത്താവ് ഇന്നു പകൽ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരു അടയാളം, നിനക്ക് വേണ്ടി ഒരു അത്ഭുതം. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ആളുകൾ കാണത്തക്കവണ്ണം, ദേശം കാണത്തക്കവണ്ണം നിന്നെ കുറിച്ച് വിചാരമുള്ള എന്റെ കർത്താവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. സ്തോത്രം. നീ പലർക്കും വേണ്ടി ആത്മാർത്ഥതയോടെ നിന്നു. നീ പലർക്കും വേണ്ടി ആത്മാർത്ഥതയോടെ ഓടി. നീ പലർക്കും വേണ്ടി ആത്മാർത്ഥത കാണിച്ചു. എന്നാൽ അവർക്കൊന്നും നിന്നെ കുറിച്ച് വിചാരമില്ലായിരുന്നു. പക്ഷെ ഇന്ന് പകൽ കർത്താവ് ദൂത് കൈമാറുന്നു. കർത്താവ് പറയുക, എനിക്ക് നിന്നെ കുറിച്ച് വിചാരമുണ്ട്. നീ വീണു പോകാനല്ല ഞാൻ നിന്നെ കൂട്ടിവരുത്തിയേ. നീ വീണു പോകാനല്ല എൻ്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവന്നേ. എൻ്റെ അരികിൽ നിന്നെ കൊണ്ടുവന്നേ. അടുത്തുള്ള ഊരുകളിൽ വീണു പോകാനല്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വന്ന് വചനം കേട്ടിട്ട് അടുത്ത ഊരിൽ ചെന്ന് നീ വീണു പോകാനല്ല. ഇവിടെ വന്ന് കർത്തൃസന്നിധിയിൽ ഇരുന്നിട്ട് അടുത്ത ഊരിൽ നിന്റെ വീഴ്ച കാണാനല്ല. ഹല്ലേലൂയ. ഇവിടെ നീ സൗഖ്യം പ്രാപിച്ചിട്ട് അടുത്ത ഊരിൽ ചെന്ന് നീ തകർന്നു പോകാനല്ല. എന്റെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്ത്, എന്റെ കർത്താവ് നിന്നെ വിളിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ വീണു പോകാനല്ല ഞാൻ നിന്നെ വിളിച്ചേ. നീ വീണു പോകാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചേ. ഈ നാളുകളിൽ ഞാൻ നിന്നെ നിലനിർത്താൻ പോകുകയാണ്. ദേശത്തിന്റെ നടുവിൽ ആളുകൾ പറയാൻ പോകുന്നു, നിന്നിൽ വെളിപ്പെടുന്ന അടയാളം കണ്ടിട്ട്, നിന്നിൽ വെളിപ്പെടുന്ന ദൈവപ്രവർത്തികൾ കണ്ടിട്ട് ആളുകൾ പറയത്തക്കവണ്ണം യേശുവിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ഈ നാളുകളിൽ വെളിപ്പെടുന്ന ദിവസങ്ങൾ.
വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആരുടെയൊക്കെയോ ശക്തമായ ദൈവാത്മ പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്നെക്കുറിച്ച് വിചാരമുള്ളൊരു ഗുരു വന്നിട്ടുണ്ട്. നിന്നെക്കുറിച്ച് വിചാരമുള്ളൊരു ഗുരു. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതു നേതൃത്വത്തിനും, ഈ ലോകത്തിലെ ഏതു സംവിധാനങ്ങൾക്കും, ഈ ലോകത്തിലെ ഏതു മേഖലയ്ക്കും, ഈ ലോകത്തിലെ ഏതു ലീഡർഷിപ്പിനും നിന്നെക്കുറിച്ച് വിചാരമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. പകൽ വിശ്വസിക്കുന്നുണ്ട് ഇത് എന്നോടാ സംസാരിക്കുന്നത്? എത്ര പേർക്ക് പറയാൻ കഴിയും? ഇത് എന്നോടാ സംസാരിക്കുന്നത്? എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ കർത്താവ് ആരോട് പറയുന്നു? എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. എനിക്ക് നിന്റെ കുടുംബത്തെക്കുറിച്ച് വിചാരമുണ്ട്. എനിക്ക് നിന്റെ മക്കളെക്കുറിച്ച് വിചാരമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് നിന്റെ ഭാവിയെക്കുറിച്ച് വിചാരമുണ്ട്. എനിക്ക് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. സ്തോത്രം പറഞ്ഞേ. കർത്താവിന് നമ്മളെ കുറിച്ച് വിചാരമുള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? ഇന്ന് പകൽ വിട്ടുകൊടുക്കുക കർത്താവിന്റെ കയ്യിലോട്ട്. വിട്ടുകൊടുക്കുന്ന പകൽ കർത്താവിന്റെ കയ്യിലേക്ക്. നമ്മെക്കുറിച്ച് വിചാരപ്പെടാൻ കർത്താവ് ഉള്ളപ്പോ, നമ്മെക്കുറിച്ച് വിചാരപ്പെടാൻ യേശു ഉള്ളപ്പോ, ഇന്ന് പകൽ യേശുവിനും ആശ്രയിക്കുക. ഞാൻ ദൂതിലോട്ട് വേഗത്തിൽ വരട്ടെ. വലിയൊരു പുരുഷാരം തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഒരു വല്ലാത്ത ചോദ്യമാണ്. ഒരു ഫിലിപ്പോസിനെ പരീക്ഷിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. എന്താ ചോദ്യം? ഇവർക്ക് ഭക്ഷിപ്പാൻ, അല്ലെ, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് എല്ലാവരും കേൾക്കണേ, എവിടെ നിന്ന്? ആ വാക്ക് എവിടെ എന്നൊരു വാക്ക് വരുമ്പോഴാണ് ചോദ്യം വരുന്നത്, അല്ലെ? എവിടെയും എന്നല്ല, എവിടെ നിന്ന്. ഇന്നടത്ത് എന്ന് പറയുന്നില്ല. ശ്രോതാ പറഞ്ഞേ, കർത്താവിനറിയാം. മുമ്പിൽ വന്ന ഒരു പയ്യൻ, ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ മുമ്പിൽ വന്നു. പുള്ളിയെ നദനേരേ എന്ന് വിളിച്ചു, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പുള്ളിയുടെ പേര് നദനേലാന്നും പുള്ളി എവിടായിരുന്നെന്നും കംപ്ലീറ്റ് കാര്യം കർത്താവിന് അറിയാം. ഒരിക്കൽ പത്രോസിനെ കരം കൊടുക്കാൻ പൈസ ഇല്ല. കർത്താവിന് നന്നായിട്ടറിയാം. സ്തോത്രം. ഈ കരം കൊടുക്കേണ്ട പൈസ ഏത് മത്സ്യത്തിന്റെ ഉള്ളിലായിരിക്കുന്നതെന്ന്. സ്തോത്രം. ചെന്ന് ചൂണ്ടയിടാൻ പറഞ്ഞു. പത്രോസ് എന്ന് ചൂണ്ടയിട്ടു, അല്ലെ? ഒരു ചതുരദ്രഹ്മ പണം കിട്ടി. ഒരു സ്തോത്രം പറഞ്ഞേ. ഞാൻ ഒറ്റ വാക്കി പറയാം, എല്ലാം അറിയാവുന്ന കർത്താവ്, സകലവും അറിയുന്ന കർത്താവ് എന്തിനാണ് ഈ ചോദ്യം ചോദിച്ചേ? എവിടെ നിന്ന് കൊടുക്കുന്നു? ഒരാമയും പറഞ്ഞേ. യോനയെ എടുത്ത് കടലിട്ടപ്പോഴേ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് നിനവെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞ ദൈവത്തിന് അറിയത്തില്ലേ ഇതെങ്ങനെ കിട്ടുമെന്ന്? ഫിലിപ്പോസിനോട് ചോദിക്കുക, ഇവർക്ക് തിന്നുവാൻ ആഹാരം എവിടെ നിന്ന്? അതല്ലേ ചോദ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിടക്കുന്ന ചോദ്യം ഇതല്ലേ, എവിടെ? എവിടെ? ഒത്തിരി നാളായില്ലേ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയിട്ട്? നീ ഇന്ന് എവിടാ എത്തി നിൽക്കുന്നേ? എവിടെയാ നിന്റെ നിപ്പ്? എവിടെയാ നിന്റെ അവസ്ഥ? എവിടെ എത്തി നിന്റെ ജീവിതം? എവിടെ എന്നൊരു ചോദ്യമല്ലേ പല ജീവിതത്തിന്റെ മേഖലകളിലും കിടക്കുന്നേ. ഇന്ന് പകൽ ദൂത് ഉത്തരം വരാൻ പോകുന്നു. ആ ചോദ്യത്തിന് ഇന്ന് പകൽ ഉത്തരം തരാൻ പോകുന്നു. മനുഷ്യനല്ല, കർത്താവ് നിന്നെ നോക്കി പറയുന്നു, നിന്റെ ജീവിതത്തിലെ എവിടെയെന്ന്, എൻ്റെ നന്മ എവിടെയെന്ന്, എൻ്റെ അനുഗ്രഹം എവിടെയെന്ന്, എൻ്റെ ജീവിതം എവിടെയെന്ന്, എൻ്റെ ഭാവി എവിടെയെന്ന്, എൻ്റെ കുടുംബ
കുടുംബത്തിൻ്റെ അവസ്ഥ എവിടെയെന്ന്, പല വിഷയത്തിൻ്റെ മുമ്പിൽ എവിടെ 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 എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് ഇന്ന് പകൽ കർത്താവ് നിനക്ക് മറുപടി തരാൻ പോവുകയാണ്. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ജീവിതത്തിൽ എവിടെ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, അതിൻ്റെ പിന്നിലെ ഒത്തിരി കാര്യങ്ങളെ നോക്കി കർത്താവ് ഇന്നു പകൽ ദൂത് പറയുന്നു, ഞാൻ ഇന്നു പകൽ നിന്റെ ജീവിതത്തെ മാറ്റാൻ പോവുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു ഫിലിപ്പോസിനോട്, ഫിലിപ്പോസേ എവിടെ? ഈ ചോദ്യം ഫിലിപ്പോസിനെ എന്തിനാ? പരീക്ഷിക്കാനാണ് ചെയ്തിരിക്കുന്നത്. കർത്താവ് ഈ ചോദ്യം ചോദിക്കുമ്പോ ഫിലിപ്പോസിന്റെ ഈ നഗ്ന നേത്രം തുറന്നിട്ട് ചുറ്റും നോക്കി, കാണുന്നില്ല. വല്ലതുണ്ടോ? ചുറ്റുമുണ്ടോ? ഇന്ന് വല്ലതും കാണുന്നുണ്ടോ? ജീവിതത്തിൽ വല്ല വഴിയും കാണുന്നുണ്ടോ? ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വലിയ നീടല്ലേ കിടക്കുന്നേ? നിന്റെ ജീവിതത്തിൽ വലിയൊരു ആവശ്യത്തോടല്ലേ ഇന്ന് പകലിരിക്കുന്നേ? വല്ലതും കാണുന്നുണ്ടോ? ചുറ്റും നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല അല്ലേ? മലകളും മരുഭൂമിയും ഇച്ചിരി പുല്ലും ഇതൊക്കെ അല്ലേ കാണുന്നുള്ളൂ? നിനക്ക് വേണ്ടത് എന്താ? വേണ്ടത് തിന്നാൻ ആഹാരം. അതല്ലേ ഇവിടുത്തെ വിഷയം. അവിടെ നിങ്ങളുടെ വിഷയം എഴുതിക്കോണം കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്നിടത്ത് നിങ്ങളുടെ വിഷയം എഴുതിക്കോണം. ഹല്ലേലൂയ. ഫിലിപ്പോസിന് ഈ 5000 പുരുഷാരത്തിന് തിന്നാൻ ആഹാരമല്ലേ വേണ്ടേ? ആ ആഹാരത്തിനെ അല്ലേ ഫിലിപ്പോസ് ചുറ്റും നോക്കുന്നേ? എവിടെ? ചോദ്യം പൊങ്ങി വരുന്നു. എവിടെ ആഹാരം? എവിടെ തിന്നാൻ ആഹാരം? എവിടെ? ആമൻ. നിന്റെ ചുറ്റും കാണുന്നത് മുഴുവൻ അസാധ്യതകളാണ്, മോശ സാഹചര്യങ്ങളാ. ആമേൻ. നീ പ്രാർത്ഥിക്കുന്നതിന്, നിനക്ക് ആവശ്യമുള്ളതിന് അനുയോജ്യമായ യാതൊന്നും നിന്റെ ജീവിതത്തിൽ നീ കാണുന്നില്ല. അനുകൂലമായ ഒരു സാഹചര്യം നിന്റെ ചുറ്റും കാണുന്നില്ല. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഇല്ലാത്ത ചിലതിനെ ഇതിന്റെ നടുവിൽ സൃഷ്ടിക്കാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവ് ആരോട് ദൈവാത്മാവ് ഇന്ന് പകൽ ദൂതറിയിക്കുന്നു. ഇന്ന് നീ ചുറ്റും നോക്കുമ്പോ നീ ഒന്നും കാണുന്നില്ല. നീ ചുറ്റും നോക്കുമ്പോ നിനക്ക് ആവശ്യമുള്ളത് ഒന്നും നിന്റെ മുമ്പിൽ കാണുന്നില്ല. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ആ ഇല്ലാത്തതിനെ ഞാൻ നിനക്ക് വേണ്ടി. ഒന്നും ജീവിതത്തിന്റെ മുമ്പിൽ ഇന്ന് കാണുന്നില്ല. എന്നാൽ ആ കാണാത്തതിനെ, എന്നാൽ അതാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് ആവശ്യം. ആ ആവശ്യമായതിനെ, ആ കാണാത്തതിനെ ഇന്ന് പകൽ കർത്താവ് നിന്റെ മുമ്പിൽ ഉണ്ടാക്കുവാൻ പോകുന്നു. ഫിലിപ്പോസ് എന്ന് പറയാം, വായിച്ചേ. തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. 6-ാം വാക്യം. ഏഴാം വാക്യം വായിച്ചേ. ഫിലിപ്പോസ് അവനോട്, ആ ചോദ്യത്തിനുള്ള മറുപടി ഫിലിപ്പോസ് പറയുന്നുണ്ട്. ഓരോരുത്തർ എന്ത് ചെയ്യണം? എങ്ങനെ? അപ്പോ നമ്മുടെ ശ്രീജിത്ത് ബ്രദറിന് അല്പം, അടുത്ത് ജോയ് അല്ലേ ബ്രദറിന്റെ? ജോയ് ബ്രദറിന് അല്പം. ബ്രദറിന്റെ പേരെന്തുവാ? ബ്രദറിന്റെ പേരെന്തുവാ? ഷാജു ബ്രദറിന് അല്പം, അജിത് ബ്രദറിന് അല്പം, സജി ബ്രദറിന് അല്പം. ഇങ്ങനെ ചില ബ്രദർമാർ, അവിടെ പുരുഷന്മാരല്ലേ ഉണ്ടെന്നിരിക്കുന്നേ അല്ലേ? പക്ഷെ ഈ ബ്രദർമാർക്ക് കുറേച്ച് അല്പം കൊടുത്ത് വിടാന്ന് ഫിലിപ്പോസ് ഇങ്ങനെ പ്ലാൻ ചെയ്യാം.
വായിച്ചേ. ആ 200 പണത്തിന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫിലിപ്പോസ് ആരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്? പറഞ്ഞേ. അവിടുത്തെ ഖജാൻജി ആരാ? ട്രഷറർ ആരാ? യൂദയാ. യൂദയെടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഫിലിപ്പോസ് ആലോചിച്ചുണ്ടേ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. യൂദ ഗൂഗിൾ പേ എടുത്ത് ബാലൻസ് ചെക്ക് ചെയ്തപ്പോ എത്രയേ ഉള്ളൂ? 200 ഉള്ളൂ. ഈ 200 പുള്ളി കാൽക്കുലേറ്റർ എടുത്ത് കണക്ക് നോക്കിയപ്പോ 200 മേടിച്ചാൽ ഈ 5000 പുരുഷാരത്തിന് എത്ര വരത്തുള്ളൂ? വായിച്ചേ. അല്പം 5000 പുരുഷാരം അല്ലെങ്കിൽ 5000 പുരുഷന്മാർ 200 വെള്ളിക്കാശ് അക്കൗണ്ടിൽ ബാലൻസ് അല്ലേ ഉണ്ട്. 200 വെള്ളിക്കാശും കൊണ്ട് അപ്പവും മീനും മേടിക്കാൻ പോയാൽ അല്പം വെച്ച് കൊടുക്കാൻ പോലും മതിയാകയില്ല. ഈ ഒരു അവസ്ഥ ഇന്ന് പകൽ ചേഞ്ച് ആകാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? നീ എത്ര കൂട്ടിയിട്ട് കൂടുന്നില്ല. നിന്നെ കൊണ്ട് നീ തലകുത്തി നിന്നിട്ടും നിന്നെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒരവസ്ഥയിൽ നിൽക്കുന്ന നിന്റെ അവസ്ഥയിൽ നിന്ന് ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്കറിയാം എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. ഇന്ന് പകൽ ആരോടോ? ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ചില ഫിലിപ്പോസുമാരോട് ഇന്ന് പകൽ കർത്താവ് പറയുന്നു, മതിയാകയില്ല കർത്താവേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്, എന്താ നടക്കാൻ പോകുന്നെന്ന് സകലവും അറിയുന്ന കർത്താവ്. ആരോടോ കർത്താവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്, നിന്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാവുന്ന കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. ഫിലിപ്പോസ്, നിനക്കറിയത്തില്ല എന്ത് ചെയ്യുമെന്ന്. ഫിലിപ്പോസ്, നിനക്കറിയത്തില്ല ഇത് മതിയാകത്തോ ഇല്ലയോ എന്നറിയില്ല. ഫിലിപ്പോസ്, നിനക്ക് അറിയാത്ത കാര്യം അറിയാവുന്നവൻ നിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. പകലാരോടൊക്കെ പരിശുദ്ധമ പറയുന്നു, എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിലെ ശൂന്യതകൾ, എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിലെ ചില അവസ്ഥകൾ, ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഒരറ്റത്ത് നിന്ന് മററ്റമെത്തിക്കാൻ നീ പെടുന്ന പാട്, നീ വിചാരപ്പെടുന്ന നിന്റെ ചിന്താകുലങ്ങൾ അറിയുന്ന കർത്താവ് ഇന്ന് പകൽ നിന്നെ നോക്കി പറയുന്നു, എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുമെന്ന്, എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുമെന്ന്. താൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് അറിയാവുന്ന കർത്താവ് ഇന്ന് പകൽ ഇതിന് മടിവ് വന്നിരിക്കുന്നേ. വിശ്വസിക്കുന്നവരുടെ ഇന്ന് പകൽ കർത്താവിന് അറിയാം നിന്റെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുമെന്ന്. കർത്താവ് പറയുന്നു, എനിക്കറിയാം. എല്ലാം അറിയുന്നവൻ വന്നിട്ടുണ്ട്, സകലവും അറിയുന്നവൻ ഇന്ന് പകൽ വന്നിട്ടുണ്ട്. സ്വത്രം പറയാൻ പറ്റുമോ? ഇന്ന് പകൽ സകലവും അറിയുന്ന കർത്താവ് ഇന്ന് പകൽ വന്നിട്ടുണ്ട്. നിന്റെ അവസ്ഥ അറിയുന്ന കർത്താവ് വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്ന കർത്താവ് വന്നിട്ടുണ്ട്. നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്നറിയാവുന്ന കർത്താവ് ഇന്ന് പകൽ ഇതിന് നടുവിൽ വന്നിട്ടുണ്ട്. ആ സാന്നിധ്യം ഇന്ന് പകൽ എത്രവർ അനുഭവിക്കുന്നുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ മതിയാകയില്ല എന്ന് പറയുന്ന എവിടെയെന്ന് ചോദിച്ച ചോദ്യം, ആ മതിയാകയില്ല എന്ന് പറഞ്ഞ വിഷയം ഇന്ന് പകൽ തികയാത്ത പല കാര്യങ്ങൾ, അവൻ മതിയാകാത്ത ചില കാര്യങ്ങൾ ഇന്ന് പകൽ കർത്താവ്
കർത്താവിന്റെ അടയാളം, കർത്താവിന്റെ അത്ഭുതം, കർത്താവിന്റെ പ്രവൃത്തി ഈ പകൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുന്നു. ഇന്ന് പകല് പുതുതായി കടന്നു വന്ന പ്രിയ ജോയ് ബ്രദറിനോട്, ബ്രദറെ പരിശുദ്ധാത്മാവ് ബ്രദറിനോട് ഇന്ന് പകൽ ഇങ്ങനെ പറയുന്നു: ഒരു ഓട്ടപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ പലപ്പോഴും നീ അനുഭവിക്കുന്ന ചില അവസ്ഥകൾക്ക് ഇന്നു പകൽ സ്വർഗം വ്യതിയാനം വരുത്താൻ പോകുകയാണ്. റീവൽ കവനഘടക ജന ഹത്തുന രഗതേ വൈഡവലഘടക ശംതുനേ രഗൽ കവനഘടകസി അത്തുനേ റിഗതലേ ജഗതൽ കവനഘടകസി. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒത്തിരി ചില ചോദ്യങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. എവിടെയെന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാസനെ നിനക്ക് ഞാൻ മറുപടി തരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ പ്രിയമകനോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു: അതനേ രിഗതലഘടക ശംദന റിഗൽ കമനം ദുടജാലഘടകത്തുര വൈഡമനഘടകം. ആമേൻ, ഹല്ലേലൂയ. ഇത് ശാപമാണ്, ഇത് ശാപകാരണമാണ് എന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ വിടുന്ന ഏതോ ചില വിഷയങ്ങൾ നോക്കി പരിശുദ്ധാത്മ പറയുന്നു: അത് ശാപമല്ല, എൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ അത്രയെന്ന് ആത്മാവ് ഇടപെടുകയാണ്. എന്നോട് പരിശുദ്ധമ്മ ഇങ്ങനെ പറയുന്നു: കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഏതോ ജീവിതത്തിന്റെ മേഖലകളിൽ ചില വഴിത്തിരിവുകൾ ദൈവം നൽകാൻ പോകുകയാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകല് നിന്നെ ഭാരപ്പെടുത്തുന്ന ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മകനെ നിന്റെ ജീവിതത്തിൽ ദാസന്റെ മോട് ബന്ധത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നെന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. എന്നോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു: ഹല്ലേലൂയ. നോഹയുടെ സ്തോത്രം, ആമേൻ, ആമേൻ. നോഹയുടെ പെട്ടകം അരരാത്തിൽ ഉറച്ചതുപോലെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ ദൈവം ഉറപ്പിക്കാൻ പോകുകയാണ് കേട്ടോ. ആമേൻ. വളരെ ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു. ആമേൻ. ഒരു വലിയ ചലനം ഈ ദിവസങ്ങളിൽ ദൈവം കൽപ്പിക്കും. വളരെ ശക്തമായി നാളുകളിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ജീവിതത്തിലെ ചില മേഖലകളിൽ അവൻ ഇന്ന് ചലനമറ്റിരിക്കുന്ന ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മ പറയുന്നു: വലിയ ചലനങ്ങൾ ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ചില പരീക്ഷകൾ, ഫിലിപ്പോസ് പോയതുപോലെ ചില പരീക്ഷകളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്, അല്ലേ? ശരിയല്ലേ? പലപ്പോഴും എന്ത് ചെയ്യണം, എവിടെ എൻ്റെ ജീവിതം എത്തി നിൽക്കുന്നു എന്ന് പോലും, അല്ലേ? അത് സ്വയം മാത്രമല്ല, പലരും അങ്ങോട്ട് ചോദിക്കാറുണ്ട്: നീ എവിടെ എത്തി, നീ എന്തായി, അല്ലേ? കൂടെ ഉണ്ടായിരുന്നവരും ഒപ്പം പഠിച്ചവരും സമപ്രായക്കാരുമായ പലരും എവിടെയൊക്കെയോ എത്തി. പക്ഷെ ഇന്നും പല ചോദ്യത്തിൻ്റെ മുമ്പിൽ ഒന്നും അങ്ങോട്ട് മതിയാകുന്നില്ല. അധ്വാനിക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അങ്ങോട്ട് അത് മനസ്സിലാവുന്നുണ്ടോ? അങ്ങ് മതിയാകുന്നില്ല. അങ്ങനൊരു വല്ലാത്തൊരു എന്തു പറയാനാ,
ഒന്നുകൂടി പറഞ്ഞാൽ, എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന പല തലങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എത്തപ്പെടാൻ കഴിയാത്ത എന്നെ ദൈവാത്മാവ് കാണിക്കുന്നൊരു കാഴ്ച. സ്തോത്രം, ആമേൻ. എനിക്ക് എത്താത്തൊരു ഇടത്തെ പിടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കിടന്ന് എത്തുന്നത് പോലെ, അതിനെ ശ്രമിക്കുന്നത് പോലെ, അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും ആയിരിക്കുന്നൊരു കാഴ്ച പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ പറയുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട്, വളരെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ജീവിതത്തിലൊരു വലിയ തിരിവ്, ഒരു വലിയൊരു മാറ്റത്തിൻ്റെ നാളുകൾ ദൈവാത്മാവ് കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വളരെ പ്രാർത്ഥിക്കുക. ബ്രദറിന്റെ പേര് സജി ഷാജു. സ്തോത്രം. ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നത് ഇങ്ങനെയാണ്, പലർക്കും അങ്ങയെക്കുറിച്ച് വിചാരം ഉണ്ട് എന്ന് വെച്ചാൽ, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് ഞാൻ എന്ത് ചെയ്യും കാണിക്കാതെ ആക്ട് ചെയ്യും. സ്തോത്രം. ആമേൻ. എന്നാൽ പലപ്പോഴും കാര്യത്തോടടുക്കുമ്പം ഇവരാരും സ്ക്രീനിലില്ല. ആ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായതെന്ന് പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്നു. എന്നാൽ ഇന്നു പകൽ പരിശുദ്ധാത്മ പറയുന്നു, കർത്താവ് പറയുന്നു, എനിക്ക് നിന്നോട് വിചാരമുണ്ട്. വളരെ ശക്തമായി പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ കുറിച്ച് എനിക്ക് വിചാരം ഉണ്ട്. ഈ നാളുകളിൽ നീ വീണു പോകാനും നശിച്ചു പോകാനും അല്ല, കർത്താവ് പറയുന്നു, എൻ്റെ അരികിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നത്. എൻ്റെ അരികിൽ നിന്നെ കൊണ്ടുവന്നത് അടുത്ത ഊരുകളിൽ, എന്നോട് പരിശുദ്ധ പറയുന്നു, ചില ദേശങ്ങളിൽ നിന്റെ വീഴ്ച കാണാൻ, നിന്റെ തകർച്ച കാണാൻ ചില മാനുഷിക വ്യക്തികൾ തന്നെ കാത്തിരിക്കുന്നുണ്ട്, ചില ആളുകൾ തന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അതേ ആളുകളുടെ മുമ്പിൽ നീ ഒരു അടയാളമായി, നീ ഒരു അത്ഭുത വിഷയമായി ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ തീർക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, ഒരു 4 മാസത്തിന് മുൻപേ ഉള്ളൊരു സമയം, ഈ വർഷത്തിൽ തന്നെ 4 മാസത്തിന് മുമ്പേ ഉള്ള ഒരു സമയം ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു കേട്ടോ. ഒരു വല്ലാത്തൊരു എന്ന് വെച്ചാൽ വഴി ഏതെന്നോ എങ്ങോട്ടാ പോകുന്നതെന്നോ എന്നെ കാണിക്കുന്നൊരു കാഴ്ച. ഒരു ഈ നമ്മൾ ഈ ട്രെയിനിൽ തുരങ്കത്തിലൂടെ പോകുമ്പോൾ ഒരു ഇരുട്ടില്ലേ, അങ്ങനത്തെ ഒരു ഇരുട്ട് പോലെ വല്ലാത്തൊരു ഇരുട്ടിലൂടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു വല്ലാത്തൊരു നിന്നെ കുറിച്ച് വിചാരമില്ലാത്ത ആളുകളാ പലപ്പോഴും ഇന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന പലരും. നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്ട് ചെയ്യുന്നത് പോലെ അല്ലേ, ഒരു വിചാരവും ഇല്ല, എന്നാൽ കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു. പക്ഷെ ഇന്ന് പകൽ കർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ കുറിച്ച് വിചാരമുണ്ട് കേട്ടോ. ഏതാളുകളാണ് എനിക്കറിയില്ല, ഏതാളുകളാണ് നീ വീണ് കാണാൻ കാത്തിരുന്നത്, അതേ ആളുകളുടെ മുമ്പിൽ ഞാൻ നിന്നെ നിറച്ചു നിർത്തും കേട്ടോ. മതിയാകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിറവ് വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക. മതിയാകയില്ലെന്ന് ഫിലിപ്പോസ് പറയുമ്പോൾ ശീമോൻ പത്രോസ് മുമ്പോട്ട് വന്നു നിന്ന് പറയുന്നു. അതെ, ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് വന്നു നിന്ന് പറയുകയാ, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. ഇവിടെ ഒരു ബാലകൻ ഉണ്ട്.
അവന്റെ പക്കൽ 5 യവത്തപ്പവും. നിങ്ങളെല്ലാവരും ഇനി ശ്രദ്ധിക്കണം. ഞാൻ ഇതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ അല്ലേ, 5000 പുരുഷന്മാരാ. 5000 പുരുഷന്മാർക്ക് 200 വെള്ളിക്കാശ് കൊണ്ട് അപ്പവും മീനും മേടിച്ചാൽ തികയത്തില്ല. അതല്ലേ ഫിലിപ്പോസ് പറഞ്ഞേ. അപ്പോഴാ അന്ത്രയോസ്, പത്രോസിന്റെ, ശിമോൻ പത്രോസിന്റെ അനുജൻ അന്ത്രയോസ് എന്ന് പറയാ, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. ആരാ ഉള്ളേ? പ്രായമുള്ള, പക്വതയുള്ള, ഇച്ചിരി കുടവയറൊക്കെയുള്ള, അല്ലെ മുടിയൊക്കെ നരച്ച്, അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. വലിയ അറിവൊന്നുമില്ല, വലിയ അനുഭവ സമ്പത്തൊന്നുമില്ല, നമ്മളൊക്കെ പറയുന്ന പോലെ സീനിയർ പാസ്റ്റർ ഒന്നുമല്ല. കൊച്ചൊരു ബാലകന. ഈ ബാലകന്റെ കയ്യിൽ ഉള്ളതോ ചെറുത് അല്ലേ? ബാലകൻ എന്ന് വെച്ചാൽ ചെറുത്. നിൽക്കുന്ന ജനം എത്ര അല്ലേ? പറഞ്ഞേ, നിങ്ങളാ എത്ര പേരാ? ഈ നിൽക്കുന്ന ബാലകൻ, ഈ കൊച്ചാര ചെറുതാ അല്ലേ? ബാലന. മനസ്സിലായോ? ബാലന്റെ കയ്യിൽ അന്ത്രയോസ് പറയുക. ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, ദൂതിലോട്ട് വരണം. മതിയാകയില്ല. ആദ്യം ഉയർന്ന ചോദ്യം എന്താ? എവിടെ അല്ലേ? എവിടെ? അടുത്തത് വന്നത് മതിയാകയില്ല. അന്ത്രയോസ് എന്ന് പറയുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട്. 5000 പുരുഷന്മാരാ. ഈ 5000 പുരുഷന്മാർ, ഇതാണ് വിഷയം. ഇവർക്ക് ആഹാരം കൊടുക്കണം അല്ലേ? അതിന്റെ മുമ്പിലുള്ള ചില, ആ വലിയ വിഷയത്തിന്റെ മുമ്പിലുള്ള ചില ചോദ്യങ്ങളാണ്, ചില വെല്ലുവിളികളാണ്. 1, എവിടെ? 2, മതിയാകയില്ല അഥവാ തികയില്ല അല്ലേ? ഇങ്ങനെ 2 വിഷയം. ഏതാ? എവിടെ എന്ന് വെച്ചാൽ എവിടെ നിന്ന്, 2 ഉള്ളത് തികയത്തുമില്ല. എവിടെ നിന്ന്, 2 ഉള്ളത് തികയത്തും ഇല്ല. അപ്പോഴാ അന്ത്രയോസ് എന്ന് പറയുന്നേ, ഒരു കൊച്ചുണ്ട്, ഒരു ബാലകനുണ്ട്. 5000 പുരുഷന്മാർക്കുള്ള ആഹാരം ഒരു കൊച്ചിന്റെ കയ്യിൽ ഇരിക്കുന്നെന്ന് മനസ്സിലാവുന്നുണ്ടോ? 5000 പുരുഷത്തിന് കൊടുക്കാനുള്ള, ആമേൻ, അവർക്കുള്ള അപ്പം, അവർക്കുള്ള ആഹാരം ഒരു ബാലകന്റെ കയ്യിൽ ഇരിക്കുന്നെന്ന്. ചിലരൊക്കെ നിന്നെ ബാലനെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, കഴിയില്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, എക്സ്പീരിയൻസ് ഇല്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, ആമേൻ, പക്വത ഇല്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, ആമേൻ, അറിവില്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, വിദ്യാസമ്പന്നനല്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, ഉയരമില്ലെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, ബാലനെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുമ്പോ, കർത്താവ് പറയണ, കർത്താവിന്റെ മുമ്പിൽ നിന്ന് അന്ത്രയോസ് പറയാ, അവന്റെ പക്കലുണ്ട് ഇവർക്കുള്ളത്. സ്വതന്ത്രം പറഞ്ഞേ. നിങ്ങൾ അറിയോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കാര്യം പറയാം. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ മക്കൾക്ക്, അവര് ജനിച്ച് വളർന്നു വരുമ്പോൾ ഭയങ്കര എനർജിയാ. അതറിയാവോ? അറിയോ? ഭയങ്കര എനർജിയാ. സ്വതന്ത്രം ഞാൻ പറയുന്നത് ഈ മസിലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇവർ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കണമെങ്കിൽ അങ്ങാറ്റം വിളിക്കും, ചാടണമെങ്കിൽ ഇതിന്റെ മേളിൽ ചാടി കയറും. ഇല്ലേ? ശരിയല്ലേ? ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഭയങ്കര ഇവിടെ കിടന്ന് ഓടി, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വേണേലും ഓടും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നമ്മൾ 2 ചാട്ടം ചാടുമ്പോ അല്ലേ? ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹൈ ലെവൽ എനർജി ഉള്ള മക്കളെ നമ്മൾ എന്ത് പറയും? വടി എടുത്തിട്ട് പറയും ഇരിക്കണം. അല്ലേ? പറയത്തില്ലേ? നമ്മൾ മക്കളെ പറയും ഇരിക്കടാ. അടുത്ത് കിടന്നു ആലറി വിളിക്കും. ഈ വീട്ടിൽ കിടന്ന മക്കളൊക്കെ അല്ലെങ്കിൽ ആലയത്തിൽ വിലയിൽ വെക്കുമ്പോഴൊക്കെ കിടന്നു ആലറി വിളിക്കും. നമ്മൾ വടി എടുത്തിട്ട് പറയും അടയ്ക്കട, അല്ലേ? ഇരിക്കട, അടയ്ക്കട, കൈ കെട്ടട, കാല് മടക്കട, ഇരിക്കട, അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോ എന്താ ചെയ്യുന്നേ? ഇവരുടെ ഹൈ ലെവൽ എനർജിയെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ അടക്കി 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 ഇന്ന് 10, 30, 40, 50 വയസ്സായി നമ്മൾ. ഇപ്പൊ പാസ്റ്റർ എന്നോട് പറയുന്നത് സ്വോത്രം പറയ്. പണ്ട് പറഞ്ഞെന്താ ഓർക്കുന്നില്ലേ? ആമേ. സ്വോത്രം പറഞ്ഞേ. നമ്മുടെയൊക്കെ അപ്പനും അമ്മയൊക്കെ അല്ലേ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു കാര്യത്തിൽ ഇരിക്കുമ്പോൾ, ഏത് കാര്യത്തിലും പ്രാർത്ഥന മാത്രമല്ല, ഏത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യും? അടക്കും. കുറച്ച് ദിവസം കഴിയുമ്പം എന്തേലും പറയേ, ഒരു സ്തോത്രമെങ്കിലും പറയേ. നമ്മളെ പിള്ളേരെ നമ്മള് ഹൈ ലെവൽ റേഞ്ചുള്ള അല്ലെങ്കിൽ ഹൈ എനർജിയുള്ള മക്കളെ ദൈവം തരും. നമ്മൾ അവരെ പിടിച്ചെന്ത് ചെയ്യും? പിടിച്ചടിച്ചടിച്ചടിച്ചടിച്ച്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് 10, 30 വയസ്സ് കഴിയുമ്പോൾ പറയും അല്ലേ, എടാ ഇങ്ങനെ കിടക്കാതെ പണിക്ക് പോടാ. ശരിയല്ലേ? ശരിയല്ലേ? മുമ്പ് പറഞ്ഞ എന്താ? എടാ കിടന്ന് ഓടാതെ ഇരിയടാ. ഇപ്പൊ ഇരിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ 30 വയസ്സ് കഴിയുമ്പോ ഇരുന്ന എന്ത് ചെയ്യും? അയ്യോ, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യത്തില്ലേ? 30 വയസ്സ് കഴിയുമ്പോ അതേ അപ്പൻ ഇതേ മക്കളെന്ന് പറയും എന്തിനാ ഇരിക്കുന്നേ, എന്തിനാ ഇവിടെ ഇരിക്കുന്നേ, കിടക്കുന്നേ, ഓടണ പണിക്ക് പോടാന്ന് പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ളൊരു ബാലകൻ എല്ലാരും ഇവനെ എന്ത് ചെയ്തിരിക്കുക? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയമത്തവർക്ക് മനസ്സിലാവുന്ന എനിക്കറിയത്തില്ല. ഈ കൊച്ചിനെ എല്ലാരും എന്ത് ചെയ്തിരിക്കുക? യേശുവിന്റെ മുമ്പിലേക്ക് ശിഷ്യം സ്തോത്രം ചില കുഞ്ഞുങ്ങളെ കൊണ്ട്, ചില ബാലകന്മാര്, ചില കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ചിലർ എന്ത് ചെയ്തു? വന്നു. ശിഷ്യന്മാരെന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞെന്താ? കുഞ്ഞുങ്ങളെ എൻ്റെ അതുപോലൊരു കുഞ്ഞ് 5 അപ്പവും 2 മീനും കൊണ്ട് 3 ദിവസമായിട്ട് അവിടെ ഇരിക്കുക. ഈ 3 ദിവസം കൊണ്ട് ഈ 5 അപ്പവും 2 മീനും കൊണ്ടിരിക്കുമ്പം പലരും ഇവനെ എന്ത് ചെയ്തിട്ടുണ്ടാകും? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ ദൂതിലേക്ക് വരാം. അടിച്ചമർത്തിയിട്ടുണ്ടാകും. കഴിഞ്ഞ നാളുകളിൽ നീ വളർന്നു വന്ന നിന്നെ, ഹൈ എനർജിയിലേക്ക് കയറി വന്ന നിന്നെ, ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന ദൂത് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ ഹൈ എനർജിയിലേക്ക് കയറി വന്ന, കൃപയുടെയും അഭിഷേകത്തിന്റെ ഹൈ എനർജിയിലേക്ക് കയറി വന്ന നിന്നെ പലരും അടിച്ചമർത്തി ഒരു ഭാഗത്ത് ഒതുക്കി. എന്നാൽ ഇന്നു പകൽ കർത്താവ് പറയുന്നു, നിന്റെ സമയമായി, പുറത്തു വരാൻ സമയമായി, പുറത്തു വരാൻ സമയമായി, പുറത്തു വരാൻ സമയമായി. നീ പ്രാപിച്ചത് അതുമായി പുറത്തിറങ്ങാൻ സമയമായി. ഒരു അത്ഭുത വിഷയമാകാൻ സമയമായി, ഒരു അതിശയമാകാൻ സമയമായി, ഇറങ്ങാൻ സമയമായി. ഇവിടെ യേശു ഭയങ്കര വചന ശുശ്രൂഷയാ അല്ലേ? ഇവിടെ ഇവര് അപ്പത്തിനും മീനിനും വേണ്ടി ഓടി നടക്കുക. ഫിലിപ്പോസ് അല്ലേ? ഈ കൊച്ചൻ കുറെ നേരം കൊണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് നിൽക്കുമ്പം ആമേൻ ചിലരൊക്കെ പറഞ്ഞു കാണും, എടാ പുറകിൽ പോടാ,
എടാ മാറി നിക്കടാ, എടാ അവിടെ ഒതുങ്ങി നിക്കടാ. പലരും അടിച്ചമർത്തി, പലരും ഒതുക്കി, പലരും മാറ്റി നിർത്തി. അപ്പോഴാ ഹല്ലേലൂയ സമയമായപ്പോ മനസ്സിലാവുന്നില്ലയോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? എത്ര എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ആയിട്ടും ജീവിതത്തിന്റെ മുമ്പിൽ ഒരു വഴിയും തുറന്നു വരുന്നില്ല. തിരിച്ചറിഞ്ഞോ? നീ ഭാരപ്പെടണ്ട. നിന്നെ പുറത്തെടുക്കാൻ സമയമായി, നിന്നെ പുറത്തു കൊണ്ടുവരാൻ സമയമായി. വിശ്വസിക്കുന്നവർ ആമേൻ സ്തോത്രം പറഞ്ഞ്, വിശ്വസിക്കുന്നവർ സ്തുതിച്ച് പ്രതികരിച്ച് ഇന്നു പകൽ മിണ്ടാതിരിക്കല്, ആത്മാവിൽ പ്രതികരിക്ക്. ഇന്നു പകൽ ഏതൊക്കെയോ എവിടെയൊക്കെയോ ഒതുക്കപ്പെട്ട ജനതനെ ഈ പകൽ പുറത്തു കൊണ്ടുവരാൻ അപ്പോ അന്ത്രയോസ് പറയാ, ഇവിടെ ഒരു ബാലകൻ. എൻ്റെ ഒരു ചിന്ത പറയട്ടെ, വലിയ താല്പര്യത്തോടൊന്നും അല്ല എന്ത് ചെയ്യുന്നേ അന്ത്രയോസ് പറയുന്നേ. കാരണം എന്താ? ഒരു ഭാഗത്ത് 5000 പുരുഷന്മാർ, ഈ കൊച്ചിന്റെ കയ്യിലിരിക്കുന്നത് എത്രയാ? 5 അപ്പം വല്ല എത്തുവോ? 200 വെള്ളിക്കാശിന് മതിയാകുന്നില്ല. പിന്നല്ലേ ഈ 5 അപ്പം 2 മീനും കൊണ്ട്? മനസ്സിലാവുന്നുണ്ടോ? അന്ത്രയോസ് പറയാ, ഇവിടെ ഒരു ബാലകനുണ്ട്. ഇന്ന് പകൽ എന്നോട് ശക്തമായി ഈ ദൂത് തന്നിട്ട് എന്റെ ഉള്ളിൽ കേൾപ്പിച്ച വാക്കിത, ഇവിടെ ചിലരുണ്ട്, ഒതുക്കപ്പെട്ട ചിലർ ഇവിടെ ഉണ്ട്, മാറ്റി നിർത്തിയ ചിലർ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ആമേൻ, ആമേൻ. എനർജി ലെവലിനെ അടിച്ചമർത്തിയവർ, മിണ്ടാതാക്കിയ ചിലർ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. കർത്താവ് പറയുന്നു, നിന്നെയും നിന്റെ അകത്തുള്ളതിനെയും നിന്നെയും നിന്റെ കൈകളിലുള്ളതിനെയും പുറത്തു കൊണ്ടുവരാൻ സമയമായി എന്ന് ഇതുപോലെ ശക്തമായി ഒതുക്കിയവരുടെ മുമ്പിൽ, ഒതുക്കപ്പെട്ടവരുടെ മുമ്പിൽ ഇതാ പുറത്തു വരാൻ സമയമായെന്ന് ദൈവം നിന്നെ നോക്കി ദൂതറിയിക്കുകയാണ്. കർത്താവ് പറയാ, ഇരുത്തിക്കൊള്ളാൻ. എപ്പോഴാ ഇരുത്തുന്നേ? നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആളെ ഇരുത്തുന്ന എപ്പോഴാ? റെഡിയായി കഴിഞ്ഞല്ലേ? റെഡിയായി കഴിഞ്ഞു. ഒരു സ്വത്രം പറ. എന്തുള്ളൂ എന്ന് ചോദിച്ചോണ്ട് വീണ്ടും നിൽക്കുക. ഈ അവസാന ഘട്ടത്തിൽ അന്ത്രയോസ് വരെ ചോദിക്കുന്നു, എന്തുള്ളൂ? അപ്പോഴേ കർത്താവ് പറയുന്നേ, കൂടുതലൊന്നും കർത്താവ് പറഞ്ഞില്ല, ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു. ആളുകളെ ഇരുത്തിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. കൊച്ചെന്ന് പറഞ്ഞ് അടിച്ചമർത്തിയ ആളുകളില്ലേ? ഹലോ, നിന്നെ അടിച്ചമർത്തിയ ആളുകളില്ലേ? അവരുടെ മുമ്പിൽ എന്റെ ദൈവം നിന്നെ മാനിക്കുന്ന അയ്യായിരം പുരുഷന്മാരുടെ ഇടയിലൂടെ മുമ്പോട്ട് വരാൻ ഈ ബാലകൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ പലരും ഇവരെ പുറകിലോട്ട് തള്ളി. എന്നാൽ അതേ ആളുകളുടെ മുമ്പിൽ എന്റെ ദൈവം ഈ ബാലകനെയും അവന്റെ കയ്യിലിരുന്നതിനെ മാനിക്കാൻ
സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ജനത്തിന്റെ ഇടയിലല്ലേ, ഈ ആളുകളുടെ ഇടയിലല്ലേ ഈ കൊച്ചി ഇത്ര നേരം നിന്നേ? അല്ലേ? ഈ ആളുകളുടെ ഇടയിലല്ലേ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഈ കൊച്ച് 5 അപ്പോ 2 മീനും കൊണ്ടിരിക്കുന്നേ? അല്ലേ? ഈ ആളുകളല്ലേ ഈ കൊച്ചിനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവൻ അങ്ങനെയുള്ള സാധ്യതയുള്ളത്, ഒതുക്കാൻ സാധ്യതയുള്ളത്. മാറ്റി നിർത്തിയത് കൊച്ചല്ലേ, മാറി നിൽക്കെന്ന് പറഞ്ഞേ, കിടന്ന് വിളിക്കല്ലെന്ന് പറഞ്ഞേ, ഇവന്റെ എനർജി ലെവലിനെയൊക്കെ അടിച്ചമർത്തിയത് ഇതേ ആളുകളുടെ നടുവിൽ നിന്ന് കർത്താവ് പറയുന്നു, അടിച്ചമർത്തിയവരൊക്കെ പിടിച്ചിരുത്ത്, ഞാൻ അവരുടെ മുമ്പിലേക്ക് ഇതിനെ വിളമ്പാൻ പോവുകയാണ്. കർത്താവ് ശക്തമായി പറയുന്നു, ഈ ദിവസങ്ങളിൽ നിന്നെ അടിച്ചമർത്തിയവരുടെയൊക്കെ മുമ്പിൽ നിന്റെ കയ്യിലുള്ള ശുശ്രൂഷ, നിന്റെ കയ്യിലുള്ള അഭിഷേകം, നിന്നിൽ വ്യാപരിക്കുന്ന താലന്ത്, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവിക വിളി ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു, വെളിപ്പെടുത്താൻ പോകുന്നു. കരകടിച്ച് സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. എനിക്കറിയത്തില്ല നിന്റെ മേലിരിക്കുന്ന ആ കൃപയെ, ആ ശുശ്രൂഷയെ ഈ നാളുകളിൽ വെളിപ്പെടുത്താനുള്ള വേദി ഒരുക്കപ്പെടാൻ പോകുന്നു. 2024 അവസാന മാസത്തിലെ 15-ാം തീയതി ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്നെ അടിച്ചമർത്തിയവരുടെ മുമ്പിൽ തന്നെ ദൈവം നിനക്ക് വേണ്ട വേദി, നിന്നെ മാനിക്കാനുള്ള വേദി, നിന്നെ അനുഗ്രഹിക്കാനുള്ള വേദി, നിന്നെ വാഴ്ത്തുവാനുള്ള വേദി സ്വീകരിച്ചോട്ടെ, സ്വീകരിച്ചോട്ടെ. ഇന്ന് പല ചില വേദികൾ ഒരുങ്ങുന്നു, ചില വേദികൾ ഒരുങ്ങുന്നു, ഒരുങ്ങുന്ന പേര് നിന്റെ പ്രതിയോഗിയുടെ മുമ്പിൽ, നിന്റെ ശത്രുവിന്റെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന പേര്, മേശൊരുങ്ങുന്ന പേര്. നിന്റെ കയ്യിൽ ചിലതുണ്ട്, നിന്റെ കയ്യിൽ ചില ശുശ്രൂഷകളുണ്ട്, നിന്റെ കയ്യിൽ ചില കൃപാവരങ്ങളുണ്ട്, നിന്റെ കയ്യിൽ ചില താലന്തുകളുണ്ട്. എന്നാൽ അതിനെ ഒതുക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ ഒതുക്കിയ മേലെ പുറത്തുവാ, ഒതുക്കിയവരുടെ നടുവിലുള്ള പുറത്തുവാ. In the name of Jesus. പ്രാപിച്ചോ, പ്രതികരിക്കുക, 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 ആത്മാവിൽ പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. ഓ, ഒതുക്കപ്പെട്ടവരൊക്കെ പുറത്തു വരട്ടെ, ഒതുക്കപ്പെട്ടവരൊക്കെ പുറത്തു വരട്ടെ. ഒതുങ്ങിയിരിക്കാനല്ല നിന്നെ വിളിച്ച്, ഒതുങ്ങിയിരിക്കാനല്ല നിന്നെ കൊണ്ടുവന്നേ. ഇന്ന് പകരം ഇവിടെ കൊണ്ടുവന്ന് നിന്നെ ഒതുങ്ങിയിരിക്കാനല്ല, ആർക്കോ ഒതുക്കി വയ്ക്കാനല്ല. നിന്റെ അകത്ത് പകർന്ന ആ സ്പിരിച്വൽ എനർജിയുടെ ഹൈ ലെവലിലേക്ക് എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേറ്റ്, ഇരിക്കുന്ന ഇരിപ്പെടുന്നത് എല്ലാവരും എഴുന്നേറ്റ്. ഇന്ന് പകൽ നിന്റെ അകത്ത് പകർന്ന, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ ഹൈ ലെവൽ എനർജിയിലേക്ക് ഇന്ന് പകൽ, ഇന്ന് പകൽ നീ മാറ്റപ്പെടണം. ഈ പകൽ നീ മാറ്റപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ആ എനർജിയെ അടിച്ചമർത്താൻ, ആ ദൈവകൃപയെ അടിച്ചമർത്താൻ നിന്റെ അകത്തിരിക്കുന്ന, നീ പ്രാപിച്ച, നിന്റെ അകത്ത് പകർന്ന ആ അഭിഷേകത്തെ, ആ ദൈവകൃപയെ, ആ താലന്തിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവരുടെ മുമ്പ് ഇന്ന് പകൽ അവൻ നിന്റെ മുമ്പിൽ വേദി ഒരുക്കുന്നു. അടിച്ചമർത്തുന്നു, പിടിച്ചു
പിടിച്ചെടുക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇതാ എന്റെ ദൈവം നിന്നെ മാനിപ്പാൻ പോകുന്നു. വളരെ ശക്തമായി വചനത്തിന്റെ വെളിപ്പാടിൽ ഞാൻ വിളിച്ചു പറയുന്നു. ചില ആളുകളുടെ മുമ്പിൽ അതെ ഇങ്ങനെ തന്നെ ഞാൻ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ ഞാൻ നിന്നെ മാനിക്കാൻ തുടങ്ങുന്നു. മനുഷ്യരുടെ മുമ്പിൽ ഇതാ ഞാൻ വേദി ഒരുക്കുന്നു. നിന്നെ ഒതുക്കിയ ആളുകളുടെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി വേദി ഒരുക്കുന്നു. നിന്റെ കരങ്ങൾ ഇരിക്കുന്നതത്രേ ഞാൻ വിളമ്പുവാൻ പോകുന്നത്. ഈ ആളുകൾക്ക് വിളമ്പാൻ പോകുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന 5 അപ്പവും 2 മീനിൽ നിന്ന് ഞാൻ ആളുകൾക്ക് വിളമ്പാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന്, ഇത് മതിയാകയില്ലെന്ന്, ഇത് ഒന്നുമാകയില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പ് ഇതാ ഒരു വർദ്ധനവ് നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ സംഭവിക്കുന്നു. ആ ചെറിയ അളവിൽ നിന്ന്, ആ ചെറിയ സാഹചര്യത്തിൽ നിന്ന്, ആ ചെറിയ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ വിശാലതയിലേക്ക്, ഒരു വലിയ വർധനവിലേക്ക്, ഒരു വലിയ നിറവിലേക്ക് ഇന്ന് പകൽ ദൈവത്തിന്റെ അനുഗ്രഹം. വിശ്വസിക്കുന്നവർ വായികളെ തുടർന്ന് കരങ്ങൾ അടിച്ച് ആ കരങ്ങൾ അടിച്ച് നമ്മൾ ഏറ്റെടുക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ചിലരൊക്കെ നോക്കി ഞാൻ പറയുന്നു, കർത്താവ് നിന്നെ വാഴ്ത്തി. യെസ് ഇന്നലകളിൽ അടിച്ചമർത്തിയവരുടെ മുമ്പിൽ, ഇന്നലകളിൽ ഒതുക്കിയവരുടെ മുമ്പിൽ, ഇന്നലകളിൽ ഹല്ലേലൂയ നിന്റെ കൈവച്ച് നിന്നെ അമർച്ച ചെയ്തവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഏലി ഹന്നയുടെ തലയിൽ കൈവച്ച് ഓ ഈ ലഹരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞതുപോലെ നിന്നെ അമർച്ച ചെയ്തോ, നിന്നെ അടിച്ചമർത്തിയ ചില കരങ്ങളുടെ മുമ്പിൽ ഇതാ എന്റെ ദൈവം പറയുന്നു, ആളുകളെ ഇരുത്ത് വിളമ്പാൻ പോലെയാണ്. എന്താ അതിന്റെ അർത്ഥം? നിന്റെ കയ്യിലുള്ള ചെറിയ അളവിൽ നിന്ന് ഒരു വലിയ വർധനവിലേക്ക് പ്രാപിച്ചോ. ഇന്ന് പകൽ കർത്താവിനോട് പറയുന്നു, ചില വേദികൾ നിന്റെ മുമ്പിൽ ഒരുങ്ങുന്നു. നിന്നെ ഒതുക്കിയ ആളുകളുടെ മുമ്പിൽ തന്നെ, നിന്നെ അടിച്ചമർത്തിയ ആളുകളുടെ മുമ്പിൽ തന്നെ, നീ പുറത്ത് വരരുതെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ചു വെച്ചവരുടെ മുമ്പിൽ തന്നെ കഥ പറയുന്നു, വേദി ഒരുക്കാൻ പോകുന്നു. 2025 ചില വേദികൾ നിന്റെ മുമ്പിൽ ഒരുങ്ങുന്നു. പ്രതികരിച്ചാട്ടെ ആത്മാവിൽ പ്രതികരിക്കുക. 2025 ചില വേദികൾ ഒരുങ്ങുന്നു. അറിവില്ല, പക്വതയില്ല, ജ്ഞാനമില്ല, വിവേകമില്ല, കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയില്ലേ ആളുകൾ? നീ മുമ്പിലോട്ട് വന്നാൽ ശരിയാകില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒതുക്കിയില്ലേ ചിലർ? നീ മുമ്പിലോട്ട് വന്നാൽ അത് ശരിയാകില്ലെന്ന് പറഞ്ഞ് ചിലരൊക്കെ നിന്നെ പിന്നിലോട്ടാക്കിയില്ലേ? ആ ആളുകളുടെ മുമ്പിൽ വരാൻ സമയമായി. നീ പുറത്തു വരാൻ സമയമായി.
നിനക്ക് വേണ്ടി വേദന സമയമായി. ചിലരൊക്കെ ആത്മാവിരച്ചുണ്ടെന്ന്. This is your time. ഇത് നിന്റെ സമയം.